സമ്പത്ത് സാർ അതിന് ഒരു മിനിറ്റിൽ മറുപടി വേണേ. മൊത്തം ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് കിടക്കുകയാണ് കേരളത്തിൽ. സമ്പത്ത് സാർ, അല്ല, കേരളത്തിലെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് കിടക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് ഒരു ഒന്നുകിൽ ഏതെങ്കിലും കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉള്ളത് കൊണ്ടാവണം, അതല്ലെങ്കിൽ അതൊരു ചിത്തഭ്രമം ബാധിച്ച് അങ്ങനെ എന്തെങ്കിലും അതങ്ങനെ പറയുന്നതിൽ അങ്ങനെ ആർക്കെങ്കിലും അത് പറയാൻ കഴിയുള്ളൂ. കേരളത്തിലെ ആരോഗ്യ മേഖല അങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒന്നുമല്ല. കേരളത്തിലെ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ആളുകൾ അങ്ങനെ പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. രണ്ട്, ആരോഗ്യരംഗത്ത് ഇത്തരം കാര്യങ്ങളിൽ ആളുകൾക്ക്, നമ്മുടെ പൊതുജനങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുള്ള അവബോധം എന്നത് പഴയ കാലത്തേക്കാൾ കൂടുതലായി വന്നിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ സ്വകാര്യ ആശുപത്രികളേക്കാൾ കൂടുതൽ സർക്കാർ ആശുപത്രികളിൽ തന്നെയാണ്. നമുക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും നമ്മുടെ സർക്കാർ ആശുപത്രികളിലുള്ള ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റത്തെ സംബന്ധിച്ച്? ഇപ്പോൾ ലോകത്ത് വളരെ മെച്ചപ്പെട്ടതായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളും മറ്റു പലയിടങ്ങളും ഉണ്ട്. ചിലപ്പോൾ ചില സ്വകാര്യ ആശുപത്രികളിൽ പല ആളുകളും നമ്മളാളുകൾ ചിലപ്പോൾ എന്താ പോകുന്നത്, ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളായിരുന്നാലും നമുക്ക് അത്തരത്തിൽ വ്യക്തിപരമായി അങ്ങനെ നമുക്ക് നേരിട്ടറിയാവുന്ന നമ്മളോട് അത്തരത്തിൽ ആ അടുപ്പമുള്ള ചില ഡോക്ടർമാർ ചില പ്രത്യേക ആശുപത്രികളിൽ ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഡോക്ടർ ലാലിന് കുറച്ചുകൂടി പറയാമല്ലോ, ഒരു പേഷ്യൻറ്റും ഒരു ഡോക്ടറും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്, ഒരു അഭിഭാഷകനും ആ അഭിഭാഷകൻ്റെ ക്ലയൻറ്റും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്, അത്തരം ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് നമുക്ക് സാങ്കേതികത്വത്തിൻ്റെ നൂലാമാലകളിൽ കൂടിയൊന്നും നമുക്കതിനെ കാണാൻ കഴിയുന്നതല്ല. ആ വിഷയത്തിൽ ഞാനങ്ങനെ പറയുന്നുള്ളൂ. കേരളത്തിൻ്റെ ആരോഗ്യരംഗം വളരെ മികച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മറ്റ് നാടുകളിൽ നിന്നടക്കം ആളുകൾ ആരോഗ്യ ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കേരളത്തിലേക്ക് വരുന്നതും ആശ്രയിക്കുന്നതുമെല്ലാം. എന്നാൽ ഈ മേഖലയിൽ നമ്മൾ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാനുണ്ട്. നമ്മളെല്ലാം നേടിയെന്നുള്ള അങ്ങനെയുള്ള അഭിപ്രായമൊന്നുമല്ല ഞാൻ പറയുന്നത്. ലോകത്തിലെ എല്ലാ അർത്ഥത്തിലും നമ്മളിനി ഒന്നും നേടാനില്ല. കേരളത്തിൽ ആരോഗ്യരംഗം, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം, പാരാമെഡിക്കൽ രംഗം, അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ അങ്ങേയറ്റത്തെ ഉത്തുംഗ ശൃംഖത്തിലാണ് എന്നുള്ള അങ്ങനെ ഒരു മിഥ്യാധാരണ ഒന്നും വേണ്ട. നമ്മൾ ഇനിയും മുമ്പോട്ടാണ് പോകേണ്ടത്. ആ മുമ്പോട്ട് പോകുന്നതിൽ നമ്മളെല്ലാവരും കൂട്ടായ യത്നമാണ് അവിടെ വേണ്ടത്. അല്ലാതെ കേരളത്തിലെ ആരോഗ്യരംഗം എന്നുള്ളത് ഈ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ഇവിടെ സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് എന്നുള്ള നിലയിലോ ചികിത്സ ലഭ്യമല്ലാത്ത നിലയിലാണെന്ന് ഒരിക്കലും പറയരുത്. ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ മുതൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ഇങ്ങേയറ്റം താഴെ തൂപ്പുകാരി വരെയുള്ളവരും ആംബുലൻസ് ഡ്രൈവർമാരും അടക്കമുള്ള ആളുകൾ കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പോലും ആ ഭീഷണിയെല്ലാം നേരിട്ട് കൊണ്ടാണ്, എപ്പോഴും എന്തും സംഭവിക്കാം എന്നിട്ട് പോലും അവരെല്ലാവരും പ്രവർത്തിച്ചത്. വിഷ്ണു പറഞ്ഞു, പൊതുപ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ആരും ചെല്ലാൻ അറച്ചിരുന്ന സമയങ്ങളിൽ അടക്കം പൊതുപ്രവർത്തകരൊക്കെ പോയത് അത് കേരളത്തിലെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം അത്തരത്തിലുള്ള ഒരു ഹൃദയ ഐക്യം നമ്മുടെ കേരളത്തിലുള്ളതാണ്. പലയിടത്തും ശവശരീരങ്ങൾ പുഴയിലൊക്കെ കൊണ്ട് എറിയുന്നതായിട്ടുള്ള കണക്കുകളില്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നുമല്ല ഉണ്ടായത് എന്ന കാര്യം മറന്നു പോകരുത്.